നിങ്ങളെ എന്നെയൊക്കെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വേണ്ടി വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഞാൻ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കണമെന്നോ ആരോടും റിക്വസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ സൈബർ പോലീസിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടാക്കുന്ന ആരൊക്കെയോ അവരുടെ മുന്നിലേക്കൊക്കെ എത്തുന്നത് വരെ ഷെയർ ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ ഈ ഒരു സംവിധാനത്തിൻ്റെ ഇരയാണ്. അതുപോലെ നാളെ നിങ്ങളും ഇതിന് ഇരയാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലാണ് ഈ വാർത്തയിൽ കാണുന്നത് പോലുള്ള തട്ടിപ്പ് ഏറി വരുന്നത്. ഇവിടെ ഒരു റിട്ടയർഡ് ജഡ്ജിയാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഡോക്ടർമാരും ജഡ്ജിയും വിവരമുള്ള ആളുകളിൽ നിന്ന് ആണ് ഇത്തരത്തിൽ ഒരുപാട് പൈസയൊക്കെ പോയതായിട്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വാർത്തകൾ കാണുന്നത്. ഇവർ പണം ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിപ്റ്റോ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്ങോ മറ്റെന്തെങ്കിലും തരത്തിൽ പണം ഇരട്ടിപ്പിക്കാം എന്നുള്ള വാഗ്ദാനത്തിൽ വീടുപോയിട്ട് ലക്ഷങ്ങളും കോടികളൊക്കെ ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് കൈമാറുകയും അങ്ങനെ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉള്ളത്. ഈ വാർത്ത കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ജഡ്ജിയെ പരിഹസിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താം. പക്ഷേ ഇതിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ പോകുന്നത് ഞാനും നിങ്ങളും അടങ്ങിയ ആളുകളാണ്. ഈ ജഡ്ജിയെ പറ്റിച്ച ആള് 90 ലക്ഷം കൈക്കലാക്കിയ വ്യക്തി അദ്ദേഹം മഹാ ബുദ്ധിമാനാണെന്നുള്ള കാര്യം നമുക്കൊരു സംശയവുമില്ല. ആ ബുദ്ധിമാൻ തീർച്ചയായിട്ടും ഈ 90 ലക്ഷം രൂപ മറ്റ് തരത്തിൽ കൈക്കലാക്കുന്നതിൻ്റെ സ്വന്തം അക്കൗണ്ടിൽ വെച്ചിരുന്നാൽ ഇത് പിടിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു തരത്തിൽ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഹവാല ടീമുമായി ബന്ധപ്പെട്ടിട്ട് ആ 90 ലക്ഷം രൂപ ഒരുപാട് സാധാരണക്കാരിലേക്ക് ഗൾഫിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ പണം അയക്കുന്ന ഹവാല മാർഗം പണം അയക്കുന്ന സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ആ അക്കൗണ്ടിൽ നിന്ന് പിന്നീട് അവർ സാധനം മേടിക്കുകയും കടം കൊടുക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനൊക്കെ ആയിട്ട് ഈ ട്രാൻസാക്ഷൻ പരന്ന് നിങ്ങളിലേക്കും എന്നിലേക്കും ഒക്കെ എത്തും. മുമ്പ് ഇതുപോലെ ഒരു ട്രാൻസാക്ഷനിലെ ഇരയാണെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഒരു പക്ഷേ 6-ാമത്തെയും 8-ാമത്തെയും 10-ാമത്തെയൊക്കെ ട്രാൻസാക്ഷൻ ആയിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1500, 2000, 5000 ഒക്കെ ആയിട്ട് ഈ എമൗണ്ട് വരിക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ആദ്യത്തെ പണം കൈപ്പറ്റിയ ആള് 90 ലക്ഷം രൂപ തട്ടിച്ചെടുത്ത ആള് ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള രീതികളിൽ ചിലപ്പോൾ 2-ാമത്തെ കാറ്റഗറിയിൽ വരുന്ന 2-ാമത്തെ ട്രാൻസാക്ഷനിൽ വരുന്ന അക്കൗണ്ട് ഹോൾഡേഴ്സും ചിലപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹവാല പണം കൈപ്പറ്റുന്ന രീതിയിലായിരിക്കും ഇതും പറ്റുക. അവരും കുറ്റക്കാരാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇത് കഴിഞ്ഞിട്ട് 3-ാമതും 4-ാമതും 6-ാമതും 7-ാമതും 10-ാമതും ഒക്കെ വരുന്ന ആളുകൾ പാവങ്ങൾ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, ഇത് ഒന്നും അറിയാത്ത ആളുകളായിരിക്കും. നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ടിക്കറ്റ് വിറ്റ പൈസ ആയിരിക്കും എനിക്ക് അതിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ വേറൊരു വ്യക്തി മീൻ വിറ്റതോ ഇറച്ചി വിറ്റതോ അല്ലെങ്കിൽ പലർക്ക് കച്ചവടത്തിൽ സാധനങ്ങൾ വിറ്റതോ ഒക്കെ ആയി ബന്ധപ്പെട്ട് 1000, 1500 അല്ലെങ്കിൽ 100, 500 ഒക്കെ ആയിട്ട് ആയിരിക്കും അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവുക. ഇതൊരിക്കലും ആ തട്ടിച്ചെടുത്ത പണമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പലചരക്ക് അവിടെ റൊട്ടിയും മുട്ടയും വിറ്റിട്ട് ഒരു 100-150 രൂപ കസ്റ്റമർ അടുത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അത് തട്ടിക്കപ്പെട്ട പണമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. കാരണം അയാൾ ക്രയവിക്രയം നടത്തി അദ്ദേഹത്തിൻ്റെ കിട്ടിയ ഒരു പണം അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ ആ സാധനത്തിന് കിട്ടിയ മൂല്യം തിരിച്ചു കിട്ടിയതാണ് എന്നാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ നിയമ സംവിധാനം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ജഡ്ജി ഇപ്പോൾ ഈ കേസിൽ ഈ ജഡ്ജി ഇപ്പോൾ ഓൾറെഡി പരാതി കൊടുത്തു. നമ്മുടെ സൈബർ പോലീസ് നേരെ NCRP പോർട്ടലിൽ കയറിയിട്ട് ആ തട്ടിച്ചെടുത്ത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ തട്ടിച്ചെടുത്ത അക്കൗണ്ടിൽ എന്തായാലും 10 പൈസ ബാക്കി ഉണ്ടാവില്ല. കാരണം ആ ബുദ്ധിമാൻ ഓൾറെഡി ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം തന്നെ പണം എല്ലാം മാറ്റി കാണും. 2-ാമത് ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ടുകൾ നോക്കും. അവിടെയും ചിലപ്പോൾ ക്രയവിക്രയം നടത്തിയിട്ടും വിഡ്രോ ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടും പണം എല്ലാം മിസ്സായി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ 3-ാമത്തെ ആള്, 4-ാമത്തെ ആള്, 5-ാമത്തെ ആള്, 6-ാമത്തെ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു പരിചയമില്ലാത്ത ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ഡെബിറ്റ് ഫ്രീസ് ചെയ്തതെന്നൊക്കെ കോടതി വിധി ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ പോലീസ് എന്ത് ചെയ്യും? എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്യും. നിങ്ങളെ മകളുടെ കല്യാണത്തിനോ മക്കളെ വിദ്യാഭ്യാസത്തിനോ ചികിത്സക്കോ ഒക്കെ മാറ്റിവെച്ച് പണമൊക്കെ അടങ്ങുന്ന അക്കൗണ്ട് 1000, 1500, 2000, 3000 വന്നതിൻ്റെ പുറത്ത് ആ അക്കൗണ്ട് മൊത്തം നിങ്ങൾ ഡെബിറ്റ് ഫ്രീസ് ചെയ്യും.
ഇത് മാറ്റിക്കിട്ടാൻ നിങ്ങൾ ഹൈക്കോടതിയിൽ റിട്ടുമായിട്ട് പോകണം, പൈസ കുറേ ചിലവാക്കണം, വക്കീലിനെ കാണണം, അവർക്ക് ചിലവ് കൊടുക്കണം, ഒക്കെ ചെയ്യേണ്ടി വരും. എന്നാലും ഈ ഒരു എമൗണ്ട് അവിടെ ബ്ലോക്കായി കിടക്കും. ന്യായത്തിന് പകരം 50,000 ലക്ഷമൊക്കെ ആണെങ്കിൽ കുടുങ്ങിപ്പോയി, അതവിടെ കിടക്കും. ചിലപ്പോൾ അത് ഈ ജഡ്ജിക്ക് കുറേ കഴിയുമ്പോൾ എന്നെ പോലെ ഞാൻ ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ ഈ ഒരു കയ്യിൽ ഇരിക്കുന്ന 50,000 1 ലക്ഷം രൂപ ഫസ്റ്റിലെ ഈ തട്ടിച്ച് പോയ ജഡ്ജിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കും. ആരോ പറ്റിച്ച കേസിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മോട് ചോദിക്കുകയും പറയാതെ, ഒരു കേസ് പോലും വിളിക്കാതെ, ഒരു നോട്ടീസ് പോലും അയക്കാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ഈ ജഡ്ജിക്ക് കൊടുക്കും. ഇപ്പോൾ അവിടെ ആർക്കും നഷ്ടം? ഈ ജഡ്ജിക്ക് അയാളെ പൈസ കിട്ടും. അതുപോലെ ഈ കേസിലെ കാര്യം പറയാം കേട്ടോ. ഇതുപോലെയാണ് മറ്റുള്ള കേസുകളൊക്കെ. ഈ തട്ടിച്ച എടുത്ത ആളെ എന്തെങ്കിലും ബാധിക്കുമോ? അയാൾ ഇപ്പോൾ നാട് വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് ഈടാക്കാൻ അയാൾ പേരിൽ വസ്തു ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ ഒന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം കുടുങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു കേസ് തന്നെ പറയാം. ആരോ 5,60,50,000 രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്ത കേസ്. ആ കേസിനകത്ത് 6ാമത്തെ ട്രാൻസാക്ഷനിലാണ് ഞാൻ വരുന്നത്. ഞാൻ അന്വേഷിച്ച് പറഞ്ഞതാണ്. കാരണം 30,000 രൂപയാണ് 2 ടിക്കറ്റ് അടിച്ച വകയിൽ എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് തന്നു. 5-6 മാസത്തിന് ശേഷമാണ് ഈ അക്കൗണ്ട് ഈ എമൗണ്ട് ലീൻ ചെയ്തതായിട്ട് എനിക്ക് അറിവ് കിട്ടും. ബാങ്കിൽ നിന്ന് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു 30,000 രൂപയുടെ ഷോർട്ടേജ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ലീൻ മാർക്ക് ചെയ്താണ് ഇന്ന ഒരു ഇത് കംപ്ലൈൻറ്റ് പുറത്തു നിന്നു. ഞാനത് അറിയാവുന്ന തരത്തിൽ സൈബർ സെല്ലിൽ മറ്റൊക്കെ അന്വേഷിച്ച് കുറേ ദിവസം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അന്വേഷിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഒരാഴ്ച കൊണ്ട് എൻ്റെ അക്കൗണ്ട് ബ്ലോക്കായി. ഏകദേശം 6 ലക്ഷം രൂപ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരുള്ള അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. നമ്മളെ സംബന്ധിച്ചോളം പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, സ്ഥാപനത്തിൻ്റെ പൈസ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മുടെയൊക്കെ ഈ ശരീരത്തിൽ ഓടുന്ന രക്തം പോലെയാണ്. ആ ഓട്ടം നിന്നാൽ നമ്മൾ മരിക്കും. അതുപോലെ തന്നെയാണ് ഈ ക്യാഷ് ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ സ്ഥാപനവും ബിസിനസ്സൊക്കെ മരിച്ചു പോകും. ഇത് ഞാൻ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി പല വഴിക്ക് അന്വേഷിച്ചു. അതൊക്കെ പോട്ടെ, അതായത് പിന്നെ ആണെങ്കിൽ സംസാരിക്കാം. ഇപ്പം എനിക്ക് പറയാറുള്ളത് ഈ 30,000 കണക്കാണ്. 6ാമത്തെ ട്രാൻസാക്ഷനിലുള്ള 30,000 രൂപ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ 6ാമത്തെ ട്രാൻസാക്ഷനിൽ ഏതാണ്ട് 50-ൽ കൂടുതൽ അക്കൗണ്ടുകളുണ്ട്. വെറും 5,60,50,000 രൂപ പറ്റിച്ച കേസിൽ 6ാമത്തെ ട്രാൻസാക്ഷൻ വന്നിട്ട് 50-ൽ കൂടുതൽ അക്കൗണ്ടുകൾ ആ 6ാമത്തെ ട്രാൻസാക്ഷനിൽ തന്നെ ഉണ്ട്. ഇവരൊന്നും സാധുക്കൾ വല്ല മീൻ വാങ്ങിയതോ അല്ലെങ്കിൽ പലചരക്കുകളിൽ ഞാൻ പറഞ്ഞ പോലെ റൊട്ടിയും പാലും വാങ്ങിയതൊക്കെ ആയിരിക്കും അത്തരത്തിൽ പോയി പെടുന്നത്. ഇവരൊക്കെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളോട് പറയാതെ ആ പണം എടുത്തിട്ട് ഈ ഇരക്ക് നൽകുക. ഇര നല്ല ആൾക്കാരാണെന്നൊന്നും ഇക്കാര്യത്തിൽ പറയാൻ പറ്റില്ല. കാരണം അവരവരെ പണം പെട്ടെന്ന് ഇരട്ടിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ കൊടുക്കുന്നതാണ്. അല്ലാതെ അവരത്ര മാന്യന്മാരൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിന് വേറൊരു ഉദാഹരണം ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് സൈബർ സെൽ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിക്കാൻ ചെന്നപ്പോൾ നമ്മളെപ്പോലെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള കണ്ടാൽ നല്ല ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ക്ലാസ് ഒരു ആൾ, ബിസിനസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥൻ, കണ്ടാൽ തോന്നുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസിലെ ആള് നമ്മുടെ പരാതി കേൾക്കാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ എൻക്വയറി എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ ഇദ്ദേഹം ഇരിക്കുക. ഇദ്ദേഹം അവിടെ പോയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പരാതി ഞാനും കൂടി കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സൈക്കിള് വാങ്ങാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 35,000 രൂപ വരെയുള്ള സൈക്കിള് 3,000 രൂപക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ പരസ്യം കണ്ടിട്ട് ഇദ്ദേഹം അതിന് 3,000 രൂപ ഇട്ട് കൊടുത്തു. 35,000 രൂപയുടെ സൈക്കിള് 3,000 രൂപക്ക് ഓഫർ എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരാളും ചിന്തിക്കും. പക്ഷെ ഇദ്ദേഹം ആ പൈസ ഇട്ട് കൊടുക്കും. എന്നിട്ട് അവർ പറഞ്ഞു അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല, ഇത് തിരിച്ച് കയറിക്കോളും, സാർ പൈസ ഇട്ടോളൂ, അതും കൂടി വെച്ചിട്ട് തിരിച്ചയച്ചേക്കാന്ന് പറഞ്ഞു. ഇയാൾ 2ാമതും പൈസ ഇട്ടിട്ടു. അതും ഇതുപോലെ പറഞ്ഞപ്പോൾ 3ാമതും പൈസ ഇട്ടെടുത്തു. 4ാമതും പൈസ ചോദിച്ചപ്പോൾ മാത്രമാണ് ഈ ബുദ്ധിമാന് ഇത് വിഡ്ഢിത്താണ്, ഇത് തട്ടിപ്പാണെന്ന് തോന്നിയത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ 9,000 രൂപ തട്ടിച്ചു എന്നും പറഞ്ഞിട്ട് ഈ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. ഞാൻ എൻ്റെ പരാതി പറയാൻ വേണ്ടി വന്ന മറ്റേ കേസിൽ. അപ്പോൾ ഇദ്ദേഹം ഈ 9,000 രൂപക്കുള്ള കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അവിടെ NCRB പോർട്ടലിലോട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഈ അദ്ദേഹത്തിൽ നിന്ന് തട്ടിച്ചെടുത്ത 9,000 എന്തായാലും ആ തട്ടിപ്പ് വിവരം എന്ത് ചെയ്തിട്ടുണ്ടാവും, മറ്റൊരു അക്കൗണ്ടുകളിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് അറിയാം ഇതെന്തായാലും കംപ്ലൈൻറ്റ് പോകുന്നുള്ളത്. ഈ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ വീണ്ടും ഇതേപോലെ നമ്മളിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് പല രീതിയിൽ വന്ന് ട്രാൻസ്ഫർ ആയിരിക്കും. നമ്മൾ സാധനം വാങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തത്,
കടം വീട്ടിയത് ഒക്കെ ആയിട്ടുള്ള പണം ഇത് നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് ഈ വിഡ്ഢിക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ നിയമ സംവിധാനം ഇപ്പം നിലവിലുള്ളത്. നമ്മളോട് പോലും ചോദിക്കാതെ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അവസാനം ഒന്നും പറയാതെ നമ്മളിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഈ ഇരക്ക് എടുത്തു കൊടുക്കും. ഇതിനൊരു അറുതി വരണം. ഇതിന് അറുതി വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സൈബർ സെല്ലിലേക്ക്, അതേപോലെ തന്നെ നിയമം ഉണ്ടാക്കുന്ന, നമ്മുടെ രാജ്യത്ത് നിയമം ഉണ്ടാക്കുന്ന എല്ലാ സംവിധാനമായിരിക്കും, MLA മാരോ MP മാരോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും ആയിക്കോട്ടെ, അവരിലെല്ലാവർക്കും ഈ ഒരു സംഭവം എത്തിപ്പെടണം. എന്തെങ്കിലും ബോധം ഇവരുടെയൊക്കെ തലയിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നാളെ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവാതെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഓർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ബാങ്കിൽ വെച്ചിട്ടുള്ള പണമായിരിക്കും ബ്ലോക്ക് ആവാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിലും അറിയാത്ത, മനസ്സാവാച അറിയാത്ത ഒരു കേസിനും ഒരു കാര്യത്തിനും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം എന്ന് പറയുന്നില്ല, പക്ഷേ ഈ വീഡിയോ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.